ഹായ് ഗെയ്സ്, ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അംഗൻവാടിയിലെ ആ കുഞ്ഞുമകൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ആ മുട്ടയ്ക്ക് വേണ്ടി. അവർ എത്ര കൊതിച്ചു കാണും ആ മുട്ട ഒന്ന് കഴിക്കാൻ. പക്ഷെ ആ താടകൾ എന്താണ് ചെയ്തത്? അവർ ഭക്ഷണവും മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയും വീഡിയോയും ഫോട്ടോയും ഒക്കെ പകർത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിലൊരു താടക കുഞ്ഞുമക്കളുടെ പാത്രങ്ങളിൽ നിന്ന് മുട്ടയുമായി അകത്തേക്ക് പോയി. അത് ഓംലേറ്റ് ഒന്നും അടിക്കാനല്ല കേട്ടോ, അവർ അടിച്ചു മാറ്റിയതാ. ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണത്. ഇത് നടന്നത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലാണ്. കർണാടകയിലെ കൊപ്പൾ ജില്ലയിലെ ഗുണ്ടൂർ ഗ്രാമത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത്. ഇത് അംഗൻവാടിയിലെ ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുക്കുന്ന മുട്ടയൊന്നും അല്ല കേട്ടോ, കുട്ടികൾക്ക് കർണാടക ഗവൺമെന്റ് കൊടുക്കുന്നതാണത്. ഈ സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടുകൂടി അംഗൻവാടി ജീവനക്കാരായ ലക്ഷ്മിയെയും സഹായി ഷൈനജ ബീഗത്തെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി എത്ര ദിവസമായി നടക്കുന്നുണ്ടായിരിക്കും? ഇപ്പോഴല്ലേ പുറം ലോകം അറിഞ്ഞത്? എത്ര കുട്ടികൾ ഒരു മുട്ടയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കും? ഇത്തരം കൃത്യങ്ങൾ ഇനി ഒരു വ്യക്തിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന തക്കതായ ശിക്ഷ തന്നെ ഇവർക്ക് നൽകണം. അല്ലാതെ ഒരു പ്രഹസനത്തിന് വേണ്ടി തൽക്കാലം ഒരു സസ്പെൻഷൻ അല്ല ആവശ്യം. ഇവർക്ക് വേണ്ടി നമുക്ക് ആ മക്കളോട് മാപ്പ് ചോദിക്കാം.